വെൽക്കം ഓൾ. നമ്മുടെ NOSന്റെ എക്സാം ഒക്കെ ഇങ്ങ് അടുത്തെത്തിയല്ലേ. അപ്പൊ നമ്മുടെ 10th സോഷ്യൽ സയൻസിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമായിട്ടാണ് ഇന്ന് മിസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ 10th സോഷ്യൽ സയൻസിന്റെ റിവിഷൻ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് റിപ്പീറ്റ് ചെയ്ത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തില് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാലോ. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. യെസ്, NOS സോഷ്യൽ സയൻസ് നമ്മുടെ കോഡ് വരുന്നത് 213 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ NOSല് സോഷ്യൽ സയൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഒരുപാട് മേഖലകളുണ്ട് അല്ലെ. ചരിത്രപരമായിട്ടും അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടും ഒരുപാട് മാപ്പ് എന്ന ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് ഏരിയകൾ നമുക്ക് എവിടെ ഫോക്കസ് ചെയ്യാനുണ്ട്, നമ്മുടെ സോഷ്യൽ സയൻസിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് 1 മാർക്കിന്. നിങ്ങൾക്കറിയാം നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയായിരിക്കും, അതിന് എത്രത്തോളം മാർക്കിനാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരൊക്കെ എന്ത് ചെയ്യണം, അത് പോയിട്ട് കാണാം. ഓക്കെ, അതില് നമുക്ക് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. വാട്ട് ഈസ് ദ മിനിമം ഏജ് റിക്വയർമെന്റ് ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് ആസ് ഗവർണർ ഓഫ് എനി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? നമ്മുടെ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിനും ഓരോ ഗവർണർ ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയാലോ. ആ ഗവർണറുടെ അപ്പോയിന്റ്മെന്റിന്റെ ഒരു മിനിമം ഏജ് എത്രയാണ്? അത് ഒരു ഗവർണർ ആയിട്ട് ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ ഒരു മിനിമം ഏജ് ഉണ്ട്. ആ ഏജ് എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 35 ഇയേഴ്സ് ആണോ, അല്ലെങ്കിൽ 45 ഇയേഴ്സ് ആണോ, 30 ഇയേഴ്സ് ആണോ, 32 ഇയേഴ്സ് ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതായിരിക്കും റൈറ്റ് ആൻസർ? നമുക്ക് ആൻസറിലേക്ക് പോവാലോ. ദ റൈറ്റ് ആൻസർ ഈസ് 35 ഇയേഴ്സ്. അപ്പൊ നമ്മുടെ ഗവർണറിനെ തിരഞ്ഞെടുക്കാനുള്ള മിനിമം പ്രായം എന്ന് പറയുന്നത് 35 വയസ്സാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിച്ചല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, in which of the following parts of Indian Constitution the fundamental rights are embodied? അപ്പം ഏത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട്, ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഇന്ത്യൻ ഭരണഘടനയില് കോൺസ്റ്റിറ്റ്യൂഷനില് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്, മൗലിക അവകാശങ്ങള് ഏത് പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വിവിധ ഭാഗങ്ങളായിട്ടല്ലേ എന്ത് ചെയ്തിട്ടുണ്ട്, ഭാഗിച്ചിട്ടുണ്ട്. അങ്ങനെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നമ്മുടെ മൗലിക അവകാശങ്ങള് 1-ലാണോ, 2-ലാണോ, 3-ലാണോ, 4-ലാണോ ഉള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതിലാണ്, ഏത് പാർട്ടിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത്? നമുക്ക് ആൻസർ നോക്കാം. ദ റൈറ്റ് ആൻസർ ഈസ് പാർട്ട് 3. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3-ലാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. ഓക്കെ ആണേ. അങ്ങനെയെങ്കിൽ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, when was the glorious revolution of 1688 occurred, which proved a source of inspiration for the world? അപ്പൊ എവിടെയാണ് ഈ പറയുന്ന ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഒരു മഹത്തായിട്ടുള്ള വിപ്ലവം നടന്നിട്ടുള്ളത്? 1688 മഹത്തായിട്ടുള്ള ആ ഒരു ഗ്ലോറിയസ് റെവല്യൂഷൻ നടന്നിട്ടുള്ളത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണോ, ഫ്രാൻസിലാണോ, അല്ലെങ്കിൽ ജർമ്മനിലാണോ, അല്ലെങ്കിൽ പോളണ്ടിലാണോ? എവിടെയായിരിക്കും നമ്മൾ ഈ മഹത്തായിട്ടുള്ള വിപ്ലവം നടന്നിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി. ദ റൈറ്റ് ആൻസർ ഈസ് ഇംഗ്ലണ്ട്. എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മഹത്തായിട്ടുള്ള വിപ്ലവം 1688 നടന്നിട്ടുള്ളത്. ഓക്കെ ആണേ. അപ്പൊ ഇതാരും മറന്നു പോകരുത്. ഇനി നമുക്ക് കുറച്ച് 2 മാർക്സ് ക്വസ്റ്റ്യൻ ഒക്കെ അതിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സോ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ്, suggest any 3 corrective measures for universal literacy. അപ്പൊ യൂണിവേഴ്സൽ ലിറ്ററസി എന്താണ്? യൂണിവേഴ്സൽ ലിറ്ററസി സാർവത്രികമായിട്ടുള്ള സാക്ഷരത. എല്ലാവരും സാക്ഷരരായിരിക്കണം. നിരക്ഷരരായിട്ടുള്ള ഒരാളും നമുക്ക്
നമുക്ക് വേണ്ട അല്ലെ? എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം. അപ്പൊ വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സാഹചര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഈ യൂണിവേഴ്സൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നതിന് 3 കറക്റ്റീവ് മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് മെയിൻ ആയിട്ട് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ 2 മാർക്കിനാണ് ഇവിടെ ചോദിച്ചെങ്കിൽ അത് എത്ര മാർക്കിനും ചോദിക്കാം? 3 മാർക്കിനാവും, അത് അല്ലെങ്കിൽ എസ്സേക്ക് ആവാം. അങ്ങനെ ഏത് രീതി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും ഇന്ന മാർക്കിനെ ചോദിക്കൂ എന്നുള്ളതല്ല, അത് നമുക്ക് എത്ര മാർക്കിന് വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ 3 കറക്റ്റീവ് മെഷേഴ്സ് നമുക്ക് നോക്കാലോ. റെഡിയാണേ? ഫസ്റ്റ് വൺ, ഇൻക്രീസ് പബ്ലിക് സ്പെൻഡിങ് ഓൺ എഡ്യൂക്കേഷൻ ടു പ്രൈവറ്റ് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ, റിസോഴ്സസ് ആൻഡ് ട്രെയിൻഡ് ടീച്ചർ. അപ്പൊ എന്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഈ പറയുന്ന മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിസോഴ്സസ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നല്ല പരിശീലനം ലഭിച്ചിട്ടുള്ള അധ്യാപകര് വേണ്ടിയിട്ട്, ഇതൊക്കെ തന്നെ ഈ രീതിയിലേക്ക് മെച്ചപ്പെട്ട രീതിയിൽ എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പൊതു ചിലവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനായുള്ള ഒരു പൊതു ചിലവിലേക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഒരു യൂണിവേഴ്സൽ ലിറ്ററസി എന്നുള്ള രീതിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ഇംപ്ലിമെന്റ് ടാർഗറ്റഡ് പ്രോഗ്രാംസ് ഫോർ അഡൾട്ട് ലിറ്ററസി ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എക്സ്പെഷ്യലി ഇൻ റൂറൽ ഏരിയ. അപ്പൊ അർബൻ ഏരിയാസിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളൊക്കെ നടക്കുന്നുണ്ട്. എവിടെ? നഗരങ്ങളിൽ. എന്നാൽ അത്രത്തോളം തന്നെ എവിടെ ഇല്ല? നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ നടക്കുന്നില്ല. അപ്പം അവിടെ എന്ത് ചെയ്യണം? ഗ്രാമപ്രദേശങ്ങളിൽ, അതായത് മുതിർന്നവരുള്ള ഒരുപാട് മുതിർന്ന ആളുകൾക്കൊക്കെ തന്നെ കൃത്യമായുള്ള ഒരു സാക്ഷരത കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള പരിപാടികൾ നടപ്പിലാക്കും. ഇങ്ങനെ നടപ്പിലാക്കി കഴിഞ്ഞാലോ അവരും എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, അവരും ഇല്ലിറ്ററസിയിൽ നിന്ന് മാറിയിട്ട് ലിറ്ററേറ്റ് ആയിട്ട് മാറും. ക്ലിയർ ആണേ? അതാണ് സെക്കൻഡ് മെഷർ എന്ന് പറയുന്നത്. തേർഡ് നോക്കാം, യൂസ് ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ടു മേക്ക് എഡ്യൂക്കേഷൻ ആക്സസിബിൾ ടു വൈഡർ പോപ്പുലേഷൻ. എന്താ പറയുന്നത്? പുതിയ പുതിയ ടെക്നോളജികൾ കൊണ്ടുവരണം അല്ലെ? ഇപ്പൊ പഴയ പ്രാകൃത രീതിയിൽ തന്നെ ഫോളോ ചെയ്യില്ല. ഇന്ന് ദിനം പ്രതി നമ്മുടെ ടെക്നോളജിയിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തില് വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാങ്കേതിക വിദ്യ ആയാലും അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാലോ യൂണിവേഴ്സൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ ആണേ? ഒരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം. എൻകറേജ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻസ് ആൻഡ് അവയർനെസ് campaigns to promote the importance of education. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. എത്രത്തോളം നല്ല രീതിയിൽ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നൊന്നും അറിയില്ലുണ്ടാവില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തിന്റെ പങ്കാളിത്തം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകളൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ എന്ത് നേടാൻ പറ്റും? യൂണിവേഴ്സൽ ലിറ്ററസി നേടാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിലുള്ള കറക്റ്റീവ് മെഷേഴ്സ് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ പോയിന്റ്സുകളെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ 3 മെയിൻ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ HDI. അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്, സൂചകങ്ങളെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സൂചകങ്ങള് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഹെൽത്ത്. എന്താണ്? ആരോഗ്യം അല്ലെ? ദിസ് ഈസ് മെഷേർഡ് ബൈ ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്. നമ്മൾ ജനിക്കുന്നത് മുതൽ A longer life expectancy indicate better health care system and living condition. അപ്പൊ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജനന സമയത്തെ ആയുർദൈർഘ്യം അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് അളക്കുന്നത്. നമ്മൾ എപ്പോഴാണോ ജനിക്കുന്നത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആയുർദൈർഘ്യത്തിന് അത് കൃത്യമായിട്ട് അളക്കുന്നുണ്ട്. അപ്പം കൂടുതൽ ആയുർദൈർഘ്യം മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെയും അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ വൺ ഓഫ് ദി ഇൻഡിക്കേറ്റർ ആണ്, ഒരു സൂചകമാണ് നമ്മുടെ
ആരോഗ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇനി സെക്കൻഡ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. എന്താണ്? എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് മെഷേർഡ് ബൈ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ആൻഡ് എക്സ്പെക്ടഡ് ഇയർ ഓഫ് സ്കൂളിംഗ്. അപ്പൊ നമ്മൾ എത്ര വർഷം സ്കൂളിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ശരാശരി സ്കൂൾ വിദ്യാഭ്യാസ വർഷം, അല്ലെങ്കിൽ ആ പ്രതീക്ഷിക്കുന്ന നമ്മൾ ഇത്രയും കാലം പഠിക്കാൻ പോകും എന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു എക്സ്പെക്ടഡ് ഇയർ ഉണ്ടല്ലോ, അതാണ് ആ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസ നിലവാരം, കൂടുതൽ വൈദഗ്ധ്യവും അല്ലെങ്കിൽ അറിവുള്ള ഒരു ജനസംഖ്യയാണ് സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിദ്യാഭ്യാസം ഉള്ള ആളുകളാണെങ്കിൽ അവർ എഡ്യൂക്കേറ്റഡ് ആണ്, കൂടുതൽ അറിവുള്ള ആളുകളാണെന്ന് എന്നതാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണേ? ഇനി തേർഡ് പോയിന്റ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നമ്മുടെ ജീവിത നിലവാരം അല്ലെ. അപ്പൊ ജീവിത നിലവാരം ഇത് അളക്കുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ പ്രതിശീർഷ വരുമാനം, പ്രതിശീർഷ മൊത്ത ദേശീയ വരുമാനം GNI, ഇതുകൊണ്ടാണ്. ഉയർന്ന പ്രതിശീർഷ വരുമാനം ജനങ്ങളുടെ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ പ്രതിശീർഷ വരുമാനം, നമ്മുടെ എല്ലാവരും വരുമാനം കുറച്ച് മെച്ചപ്പെട്ട രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തെയാണ്. ഓക്കെ ആണേ? അപ്പൊ ഇത്തരത്തിലുള്ള പോയിന്റുകളാണ് HDIയുടെ ഇൻഡിക്കേറ്റർ ആയിട്ട് അല്ലെങ്കിൽ സൂചകമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസ്ക്രൈബ് ഇൻ എനി 3 എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ഗവർണർ ഇൻ ഇന്ത്യ. അപ്പൊ നമ്മൾ ഗവർണറുടെ ഒരു പ്രായം നമ്മൾ മനസ്സിലാക്കി, 35 ആണല്ലോ വൺ വേർഡിൽ വന്നു. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഗവർണറുടെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഗവർണറുടെ, അതുപോലെ ചീഫ് മിനിസ്റ്ററുടെ, പ്രൈം മിനിസ്റ്ററുടെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഗവർണറുടെ ആണ്. നോക്കാലോ. ഓക്കെ, the governor appoint the chief minister and other members of the council of minister in the state. അപ്പൊ ഗവർണർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഗവർണർ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ, നോട്ട് ചെയ്യണേ, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മന്ത്രിസഭയിലെ മറ്റ് അംഗങ്ങളെയും ഗവർണറാണ് നിയമിക്കുന്നത്. മുഖ്യമന്ത്രിയെയും മറ്റ് അംഗങ്ങളെയും ഒക്കെ തന്നെ നിയമിക്കുന്നത് നമ്മുടെ ഗവർണറാണ്. Second point, the governor also appoint the advocate general and member of state public service commission. ഗവർണർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അഡ്വക്കേറ്റ് ജനറലിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ PSC അല്ലെ, അതിലെ അംഗങ്ങളെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. ഇതൊക്കെ ഗവർണറുടെ പവറാണ്. ഓക്കെ, then third one, the governor has the power to recommend the imposition of president's rule in the state if the constitutional machinery break down. എന്താ പറയുന്നത്? ഇവിടെ ഭരണഘടനാ സംവിധാനം തകർന്ന് കഴിഞ്ഞാല്, ഇങ്ങനെ തകർന്ന രീതിയിലേക്കാണെങ്കിൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം എന്ത് ചെയ്യണം? നമ്മുടെ ഭരണഘടനയ്ക്ക് ഒന്ന് തകർന്ന് മോശം ഘട്ടത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. ഗവർണർക്ക് അതിനുള്ള ഒരു അധികാരമുണ്ട്. ഓക്കെ, അപ്പൊ രാഷ്ട്രപതി ഭരണം ശുപാർശ ചെയ്യുന്നതും നമുക്ക് ഗവർണറാണ്. ഗവർണർക്ക് അതിനുള്ള അധികാരമുണ്ട്. ഓക്കെ ആണേ? അപ്പൊ ഗവർണറുടെ 3 അധികാരങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നോക്കാം. 7th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ ഡസ് പോവർട്ടി പോസ് എ ചലഞ്ച് ടു ഇന്ത്യൻ ഡെമോക്രസി? അപ്പൊ നമുക്ക് ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരു ചാപ്റ്ററിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അവിടെ പോവർട്ടി പോസ് എ ചലഞ്ച് ടു ഇന്ത്യൻ ഡെമോക്രസി, ഇന്ത്യൻ ഡെമോക്രസിക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ഈ പറയുന്ന ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് അത് ആ വെല്ലുവിളികൾ ഉയർത്തുന്നത്? അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇതിപ്പോ 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാലും 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാലും ഇനി essay ഒക്കെയാണ് ചോദിച്ചെങ്കിലും നിങ്ങൾ ആ പോയിന്റ് കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് നോക്കാലോ. ഫസ്റ്റ് വൺ, ഇനിക്വാലിറ്റി ആൻഡ് ലാക്ക് ഓഫ് റെപ്രസെന്റേഷൻസ്. ഓക്കെ, അവിടെ ഇനിക്വാലിറ്റി ആണ്, ഇക്വാലിറ്റി അല്ല, ഇൻഇക്വാലിറ്റി ആണ് നിലനിൽക്കുന്നത്. അതുപോലെ ലാക്ക് ഓഫ് റെപ്രസെന്റേഷൻസ് എന്താ പറയുന്നത്? പോവർട്ടി ലീഡ് ടു ലാർജ് സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷൻ ബീങ് മാർജിനലൈസ്ഡ് ആൻഡ് അൺഏബിൾ ടു പാർട്ടിസിപ്പേറ്റ് എഫക്റ്റീവ്ലി ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ്. അവിടെ അസമത്വം, അതുപോലെ പ്രാതിനിധ്യക്കുറവ്, അസമത്വവും പ്രാതിനിധ്യക്കുറവും ഉണ്ട്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം,
ആകെയുള്ള ജനസംഖ്യയിലെ ഒരു വലിയ വിഭാഗവും ഇപ്പൊ എന്താ തന്നെയാണ്, ദരിദ്രർ തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ജനസംഖ്യയുടെ ഒരു വലിയ വിഭാഗം ഇങ്ങനെ അരികുവൽക്കരിക്കുക അല്ലെങ്കിൽ ബാക്കോട്ട് ഈ പറയുന്ന ദരിദ്ര വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പൊ അവിടെ ഇത്തരം ആളുകൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ ഫലപ്രദമായിട്ട് പങ്കെടുക്കാൻ കഴിയാതെ വരും. അപ്പൊ ഇവര് ബാക്കോട്ടാണ്, ഇവരുടെ കയ്യിലൊന്നുമില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും, അങ്ങോട്ട് മാറ്റി നിർത്തും. അതേസമയം പൈസ ഉള്ളവനോ ക്യാഷ് ഉള്ളവനോ അവൻ ഉന്നത നിലയിലേക്ക് എത്തുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെയാണ് അസമത്വവും പ്രാതിനിധ്യ കുറവും. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, വോട്ട് ബൈയിങ് ആൻഡ് കറപ്ഷൻ. അല്ലേ, ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, poor people are often susceptible to vote buying and other corrupt practices which undermine the integrity of elections. എന്താ പറയുന്നേ, ദരിദ്രരായിട്ടുള്ള ആളുകൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു, വോട്ട് വാങ്ങലിനും മറ്റ് അഴിമതി പ്രവർത്തനങ്ങൾക്ക് ഇരയാവും. അപ്പൊ വോട്ടൊക്കെ എന്ത് ചെയ്യും, ക്യാഷ് കൊടുത്തിട്ട് അല്ലെ, നാളെ ഇപ്പൊ ഇലക്ഷൻ ആണ്, തലേ ദിവസം ക്യാഷ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യും, അവരെ സ്വാധീനിച്ച് ക്യാഷ് ഒക്കെ കൊടുത്ത് മറ്റു സാധനങ്ങളൊക്കെ കൊടുത്ത് അവരെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തേക്കാണ്. അങ്ങനെ വോട്ട് വാങ്ങല് പിന്നെ അഴിമതി ഇതിനൊക്കെ ഇരയാക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ദരിദ്രരായിട്ടുള്ള ഒരു വിഭാഗമാണ്. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കുന്നത്. ആൻഡ് ദ തേർഡ് പോയിന്റ്, സോഷ്യൽ അൺറെസ്റ്റ്. എന്താ സോഷ്യൽ അൺറെസ്റ്റ് എന്ന് പറഞ്ഞാല്, ഇവിടെ സാമൂഹിക അസ്വസ്ഥതയാണ്. സാമൂഹിക അസ്വസ്ഥത, ഇവിടെ ദരിദ്രം സാമൂഹിക അസ്വസ്ഥതകൾക്കും അതുപോലെ കുറ്റകൃത്യം, ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്, അതുപോലെ അക്രമം നടക്കുന്നുണ്ട്, ഇതിനൊക്കെ കാരണമായിട്ട് മാറും. ഓക്കെ, ഇത് ജനാധിപത്യത്തിന്റെ പ്രവർത്തനത്തെ മൊത്തത്തിൽ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പോയിന്റ്സുകളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 8th ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി. പൊളിറ്റിക്കൽ പാർട്ടിയുടെ സവിശേഷതകൾ നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. അതിൽ 2 ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് അതേസമയം നമുക്ക് വേറെ രീതിയിൽ ചോദിക്കാം, എസ്സേ ആയിട്ടും ചോദിക്കാം. ഞാൻ പറഞ്ഞു, ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് 2 മാർക്കിന് മാത്രമായിരിക്കണമെന്നില്ല, അത് 4 മാർക്കിനോ അല്ലെങ്കിൽ എസ്സേക്കോ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, നമുക്ക് നോക്കാലോ രാഷ്ട്രീയ പാർട്ടികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, പൊളിറ്റിക്കൽ പാർട്ടി കോണ്ടാക്ട്സ് ടു ഇലക്ഷൻസ് ആൻഡ് ഷേപ്പ് പവർ. അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആ രാഷ്ട്രീയ പാർട്ടികള് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അല്ലെ, അതുപോലെ എന്ത് ചെയ്യുന്നു, കിട്ടുന്ന അധികാരം പങ്കിടുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികള് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അതുപോലെ തന്നെ അധികാരം പങ്കിടുകയും ചെയ്യുന്നുണ്ട്. വൺ ഓഫ് ദി റൈറ്റ് ആയിട്ട് നമുക്ക് പറയാം, ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സെക്കൻഡ് വൺ, they agree on some policies and programs for the society. അല്ലേ, നമുക്ക് നമ്മുടെ അടുത്തേക്കൊക്കെ ഇലക്ഷൻ സമയത്താകുമ്പോൾ ഇവർ വരും, എന്നിട്ട് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ പറയും അല്ലെ, ചിലത് പാലിക്കും, ചിലത് എന്ത് ചെയ്യും, പിന്നെ അവരെ കാണാനേ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇവിടെ സമൂഹത്തിനുള്ള ചില നയങ്ങളും അതുപോലെ പരിപാടികളും ഒക്കെ അവർ സംയോജിക്കുന്നുണ്ട്. സമൂഹത്തിന് എന്താണ് വേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പക്ഷത്തെ ആവുന്നതിന് വേണ്ടിയിട്ട് ഓരോ നയങ്ങളും ഒരുപാട് പ്രോഗ്രാംസുകളൊക്കെ മുന്നോട്ട് വെക്കും. റൈറ്റ്, അതാണ് നമുക്ക് അവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇനി തേർഡ് വൺ, പൊളിറ്റിക്കൽ പാർട്ടീസ് persuade people that their policies are better than others. അല്ലേ, എന്താ പറയുന്നത് ഇവിടെ, രാഷ്ട്രീയ പാർട്ടികള് തങ്ങളുടെ നയങ്ങള് മറ്റുള്ളവയേക്കാൾ മികച്ചതാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തും. അപ്പൊ നമ്മുടെ അടുത്ത് ഇലക്ഷന്റെ സമയത്ത് 2 പൊളിറ്റിക്കൽ പാർട്ടീസ് വരും. ആദ്യം വരുന്ന ആൾ പറയും, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും, ജയിച്ചു കഴിഞ്ഞാൽ ഇന്നൊക്കെ ചെയ്യും, മറ്റേ പാർട്ടി ചെയ്ത പോലെയല്ല, അതിനേക്കാൾ മികച്ച രീതിയിൽ നമ്മൾ കാഴ്ചവെക്കും എന്നൊക്കെ പറയും. അതുപോലെ തന്നെ മറ്റു പാർട്ടിയും വരും, അവര് പറഞ്ഞതുപോലെയല്ല, അതിനേക്കാൾ മികച്ച പ്രോഗ്രാംസ് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പല രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, ബോധ്യപ്പെടുത്താറുണ്ട്. പക്ഷെ അതൊന്നും നടക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ നടക്കും, ചിലത് നടക്കാതെ പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. രാഷ്ട്രീയ പാർട്ടികളുടെ സവിശേഷതകളെ കുറിച്ച് പറയാം. ഇത് മാത്രമല്ല, ഒരുപാട് പോയിന്റ്സ് ഇനിയും ഇൻക്ലൂഡ് ചെയ്യാം. മാർക്ക് അനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ആണേ? അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 9th വൺ, ഡിസ്ക്രൈബ് എനി 6 റീസൺസ് ഓഫ് വേൾഡ് വാർ ഫസ്റ്റ്. അപ്പൊ ഈ പറയുന്ന ഈ വേൾഡ് വാർ ഫസ്റ്റിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വേൾഡ് വാറിനെ കുറിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ 1ാം ലോക മഹായുദ്ധം അതിന്റെ
കാരണങ്ങൾ, റീസൺസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കണം, അത് നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കും. ഓക്കെ, നോക്കാം. ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഓരോ കാരണങ്ങളായിട്ട് നമുക്ക് നോക്കാം. മിലിറ്ററിസം, അതുപോലെ അലയൻസ്, ഇമ്പീരിയലിസം, ഇങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് റീസൺസ് നമുക്ക് എന്തിനു പറയാം, ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണങ്ങളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. എന്താണ് മിലിറ്ററിസം എന്ന് പറയുമ്പം? ഇവിടെ സൈനികത അല്ലെ, സൈനിക കൂട്ടായ്മ. അപ്പൊ ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങള് അവരുടെ സൈന്യങ്ങളുടെ നാവികസേനകളുടെയും ഗണ്യമായിട്ടുള്ള ഈ വർധനവിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബ്രിട്ടൻ ആയാലും ജർമ്മനിയും തമ്മിൽ എന്ത് ചെയ്തിട്ടു സൈനിക യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആയുധ മത്സരങ്ങളും അതുപോലെ സൈനിക തയ്യാറെടുപ്പിലുള്ള ഊന്നലുകളും പിരിമുറുക്കവും യുദ്ധ സാധ്യതയൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ആ ഒരു പിരിമുറുക്കം, ഇത്തരത്തിലുള്ള സൈന്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ സൈനികം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പിരിമുറുക്കമൊക്കെ തന്നെ ഒരു വലിയ യുദ്ധത്തിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. ഒന്നാമത്തെ കാരണം സൈനികത. പിന്നെ സഖ്യങ്ങളാണ്, സഖ്യകക്ഷികൾ അല്ലെ, ഒരുപാട് സഖ്യകക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുന്നത്, ഈ പറയുന്ന ഭൂഖണ്ഡത്തെ രണ്ട് പ്രധാന സഖ്യ സംവിധാനങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്, രണ്ടായിട്ട്. ഏതാണ് നമ്മൾ പഠിച്ചതാണ്, ട്രിപ്പിൾ അലയൻസ്. എന്താണ് ട്രിപ്പിൾ അലയൻസ്? അവിടെ 3 പേര് ഉണ്ടായിരുന്നു, ജർമ്മനി, ഓസ്ട്രേലിയ, അതുപോലെ ഇറ്റലി. ആരാണ് ട്രിപ്പിൾ അലയൻസ് പറയുമ്പോൾ? ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറിയും അതുപോലെ ഇറ്റലിയും ചേർന്നുള്ള ഒരു സഖ്യം. പിന്നെ ട്രിപ്പിൾ ഏജന്റ് ആയിട്ട് ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, അവര് ചേർന്ന മറ്റൊരു 3 അംഗ സംഖ്യ അല്ലെങ്കിൽ ആ സഖ്യം. ഈ സഖ്യങ്ങള് പല രീതിയില് എന്താ ഈ പറയുന്ന യുദ്ധത്തിലേക്ക് കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കർക്കശമായുള്ള കരാറുകള് അർത്ഥമാക്കിയത് 2 രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം മറ്റു പലരെയും വേഗത്തിൽ ആകർഷിക്കുമെന്നാണ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 3 സഖ്യകക്ഷികള്, 3 പേരുള്ള സഖ്യകക്ഷികൾ ചേർന്നിട്ട് പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ അത് അവരെ ആകർഷിക്കുകയും ആ ഒരു സംഘർഷം പിന്നീട് പല യുദ്ധത്തിലേക്ക് കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നോട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണേ? ഇനി ഇമ്പീരിയലിസം അഥവാ സാമ്രാജ്യത്വം. എന്താണ് സാമ്രാജ്യത്വം? സാമ്രാജ്യത്വം നേടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇവിടെ കോളനികൾക്കും വിവിധ പ്രദേശങ്ങൾക്കും വേണ്ടിയുള്ള മത്സരം യൂറോപ്യൻ ശക്തികൾക്കിടയിൽ മത്സരവും സംഘർഷവും സൃഷ്ടിച്ചു. അപ്പൊ ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാരണമായിട്ട് ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ റീസൺസ് പോലും വലിയ കാരണമായിട്ട് തീരുകയായിരുന്നു. അപ്പൊ വിഭവങ്ങളായാലും അല്ലെങ്കിൽ അവരുടെ തന്ത്രപ്രധാനമായുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടിയായാലും ഒരുപാട് പ്രശ്നങ്ങളായി. അങ്ങനെ അത് അന്താരാഷ്ട്ര സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത്. അതാണ് ഇമ്പീരിയലിസം അഥവാ സാമ്രാജ്യത്വം നേടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണത്തിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടാം. ഓക്കെ ആണേ? യെസ്. ഇനി അടുത്തൊരു കാരണം എന്ന് പറയുന്നത് നാഷണലിസം ആണ്. അതുപോലെയോ അസാസിനേഷൻ ഓഫ് ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ്, അതുപോലെ ക്രൈസിസ് ആൻഡ് ഡിപ്ലോമാറ്റിക് ഫെയിലിയർ. അപ്പൊ നമ്മുടെ 6 റീസൺ എന്നാ പറഞ്ഞത്. അപ്പൊ 6 റീസൺ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ 1, 2 ചോദിക്കുന്നെങ്കിൽ 2 എണ്ണം, അല്ലെങ്കിൽ 6 എണ്ണം എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 6 പോയിന്റ്സ് എഴുതാം. അപ്പൊ ഇവിടെ നാഷണലിസം അഥവാ ദേശീയത. എന്താ ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദേശീയത, നമുക്ക് ബ്രിട്ടീഷുകാര് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ഒരു സമയത്ത് അല്ലെ, അപ്പൊ പിന്നീട് നമുക്ക് ദേശീയ ബോധം ഉണ്ടായി, നമുക്ക് നമ്മുടെ രാഷ്ട്രം തിരിച്ചു പിടിക്കണം അല്ലെ. അപ്പൊ അത്തരത്തില് ദേശസ്നേഹവും ആ ദേശത്തോടുള്ള നമ്മുടെ ആവേശവും തീവ്രമായുള്ള ദേശീയ അഭിമാനത്തിന്റെ ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായപ്പോ അത് രാജ്യങ്ങൾക്കിടയിൽ മത്സരങ്ങളും അതുപോലെ അവിശ്വാസത്തിലേക്കൊക്കെ കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിട്ടുള്ള ഓസ്ട്രിയ ഹംഗറിയിലെ സ്ലാവുകൾ പോലുള്ള വംശീയ വിഭാഗങ്ങൾക്കിടയിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ധനം നൽകുകയും ചെയ്തു. അപ്പം ദേശീയത എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഇന്ത്യക്കാർക്കിടയിൽ എന്താ ഇങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ദേശീയത കിട്ടണം എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് പല പ്രശ്നങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമായി തീർന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാൻ. അടുത്തൊരു റീസൺ ആണ് ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിന്റെ വധം. അപ്പൊ ഇദ്ദേഹത്തിനെ കൊന്നത് 1914 ജൂണില് സെർജനോവിൽ ഓസ്ട്രിയ ഹംഗറിയില് സിംഹാസനത്തിന്റെ അവകാശിയുടെ ഒരു കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചും കൂടി സംഘർഷഭരിതാവും അല്ലെ. അങ്ങനെ സംഘർഷത്തിന് തിരികൊളുത്തിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിന്റെ വധം എന്ന് പറയുന്നത്.
അതും ഇത്തരത്തിലേക്ക് ഒരു സംഘർഷം, ഒരു യുദ്ധത്തിലേക്ക് ലീഡ് ചെയ്യായിരുന്നു. ഈ സംഭവം നയതന്ത്ര പ്രതിസന്ധികളുടെയും അതുപോലെ സൈനിക സമാഹരണങ്ങളുടെയും ഒരു ശൃംഖലയ്ക്ക് തുടക്കമിടുകയും ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, റീസൺ എന്ന് പറയുന്നത് പ്രതിസന്ധികളും നയതന്ത്ര പരാജയങ്ങളും ആയിരുന്നു. അപ്പൊ 1914 മുമ്പുള്ള വർഷങ്ങളില് പ്രത്യേകിച്ച് ബാൽക്കണിലെ നിരവധി പ്രാദേശിക പ്രതിസന്ധികള് അല്ലെങ്കിൽ വൻ ശക്തികൾ തമ്മിലുള്ള പിരിമുറുക്കങ്ങളെല്ലാം വർദ്ധിച്ചു. അപ്പൊ ഇങ്ങനെ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുമ്പം അവിടെ ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഘർഷത്തിന് കാരണമാവുമല്ലോ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ യൂറോപ്പിനെ കൂടുതൽ ധ്രുവീകരിക്കുകയും ഇങ്ങനെ ഒരുപാട് നയതന്ത്രങ്ങളൊക്കെ കൊണ്ടുവരികയും പല സംഘർഷത്തിലേക്ക് ലീഡ് ചെയ്യും, അതിൽ അവസാനം യുദ്ധത്തിലേക്ക് കലാശിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത്തരത്തിലുള്ള റീസൺസ്, ഇതുപോലെ നമ്മൾ ഒരുപാട് റീസൺസ് പഠിച്ചിട്ടുണ്ട്. ആ റീസൺസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ ആണേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10th ക്വസ്റ്റ്യൻ, ഹൈലൈറ്റ് എനി 6 functions of political party to strengthen democracy. നമ്മൾ ഓൾറെഡി പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് പഠിച്ചു അല്ലേ, അതിന്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ പഠിച്ചു. അപ്പൊ വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പൊളിറ്റിക്കൽ പാർട്ടീസ് വീണ്ടും ചോദിക്കുന്നുണ്ട് എവിടെ, എങ്ങനെയാണ് ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യുന്നതിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ റോൾ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ 6 ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എസ്സേക്ക് ചോദിച്ചുള്ള 6 ഫംഗ്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം, 6 മാർക്കിനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. റിക്രൂട്ട് കാൻഡിഡേറ്റ്, എന്ത് ചെയ്യുന്നുണ്ട്, കാൻഡിഡേറ്റിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഐഡന്റിഫൈ ആൻഡ് സെലക്ട് പൊട്ടൻഷ്യൽ ലീഡേഴ്സ് ഫോർ പബ്ലിക് ഓഫീസ്. അപ്പൊ ഇവിടെ സ്ഥാനാർത്ഥികളെ നിയമിക്കുക എന്ന് പറയുന്നത് ആരാണ്, ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. ഓക്കെ, പൊതു ഓഫീസിലേക്ക് സാധ്യതയുള്ള നേതാക്കളെ, അപ്പം വെറുതെ കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ചറിവുള്ള ആളുകളെ, എല്ലാ രീതിയിലും ഇടപെടുക്കാൻ പറ്റുന്ന ആളുകളെയൊക്കെ സ്ഥാനാർത്ഥികളായിട്ട് നിയമിക്കുന്ന ആരാണ്, പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. ഫോർമുലേറ്റ് പോളിസി, ഈ പോളിസി നയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്, അതാരാണ്, പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. കൺസോളിഡേറ്റ് ഡൈവേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ ടു കൊഹറന്റ് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം. അപ്പം വൈവിധ്യമാർന്ന താല്പര്യങ്ങളെ ഒരു ഏകീകൃത രാഷ്ട്രീയ വേദികളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഏകീകരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് നടപ്പിലാക്കാനുള്ള ശ്രമം ആര് നടത്തുന്നുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് നടത്തുന്നുണ്ട്. പിന്നെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നുണ്ട് അല്ലെ, എവിടെയാണ്, ഇവിടെ ഇലക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. വോട്ടർമാരെ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ സജീവമായുള്ള പ്രചരണം നടത്തുക, അല്ലെങ്കിൽ മത്സരാധിഷ്ഠിത തിരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുക, ഇതൊക്കെ തന്നെ നമ്മുടെ ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യുന്നതിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, പിന്നെയോ ഓർഗനൈസ് ഗവൺമെന്റ് ഓർ ഒപ്പോസിഷൻ, ഫോം ആൻഡ് റൺ ദ ഗവൺമെന്റ് ഓർ ആക്ട് ആസ് ദ ഫോർമൽ അക്കൗണ്ടബിൾ ഒപ്പോസിഷൻ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു പാർട്ടി ഭൂരിപക്ഷം നേടുന്നു കഴിഞ്ഞാൽ അവര് ഈ ഭരണപക്ഷവും അതിന്റെ തൊട്ട് പിന്നാലെയുള്ള വിഭാഗം എന്താണ്, പ്രതിപക്ഷമായിട്ട് മാറും അല്ലെ. അങ്ങനെ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം അത് സംഘടിപ്പിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഫംഗ്ഷൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഗവൺമെന്റ് രൂപീകരിക്കുന്നതിലായാലും അത് നടപ്പിലാക്കുന്നതിലായാലും അല്ലെങ്കിൽ ഔപചാരികവും ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നതിലൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള റോളുകളുണ്ട്. പിന്നെ പറഞ്ഞത് ലിങ്ക് സിറ്റിസൺസ് ആൻഡ് ഗവൺമെന്റ്, നമ്മുടെ സിറ്റിസണും അതുപോലെ ഗവൺമെന്റുമായിട്ട് ഒരു കണക്ട് ചെയ്യുന്നത് ആരാണ്, ഇതിന്റെ മിഡിലായിട്ട് നിൽക്കുന്ന ആരാണ്, പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. അപ്പൊ അവിടെ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണം, അത് ഗവൺമെന്റിലേക്ക് എത്തിക്കണം. അതിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട്, ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. പിന്നെ ഉത്തരവാദിത്വം പ്രോത്സാഹിപ്പിക്കുക, പ്രതിപക്ഷ ഭരണകക്ഷി അതിന്റെ പ്രകടനത്തിനും വാഗ്ദാനത്തിനും ഉത്തരവാദിയാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ പ്രൊമോട്ട് അക്കൗണ്ടബിലിറ്റി. അപ്പൊ ഇത്തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് നമുക്ക് പറയാനുള്ളത് ആരെ കുറിച്ചിട്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് നമ്മുടെ ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യുന്നതില്, കുറച്ചും കൂടി സ്ട്രോങ് ആക്കുന്നതില് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ള റോള് എന്ന് പറയുന്നത്. ഓക്കെ ആണേ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 11th ക്വസ്റ്റ്യൻ, സജസ്റ്റ് എനി 6 effective measures reform political parties. അപ്പൊ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റിഫോം കൊണ്ടുവരുന്നതിലേക്ക് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ റോള്, വീണ്ടും പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചിട്ട് വീണ്ടും ചോദ്യങ്ങൾ കാണുന്നുണ്ട്. എഫക്റ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്.
അപ്പൊ ഇവിടെ മാൻഡേറ്റ് ഇന്റേണൽ ഡെമോക്രസി, എൻഷുർ ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി, ഇംപ്ലിമെന്റ് കാൻഡിഡേറ്റ് കോട്ട. അപ്പൊ ഇവിടെ എന്താണ്? ആഭ്യന്തര ജനാധിപത്യത്തിനെ ആജ്ഞാപിക്കുക എന്ന് പറയുന്നത് ഒരു മെഷർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആഭ്യന്തര പാർട്ടി കാര്യങ്ങൾ നിയന്ത്രിക്കുകയും പതിവ് ആഭ്യന്തര തെരഞ്ഞെടുപ്പുകള്, അംഗ രജിസ്റ്ററുകള് ഇതൊക്കെ നടപ്പിലാക്കുകയും ഈ നിയമം പാസ്സാക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തിക സുതാര്യത, കുറച്ചും കൂടി സുതാര്യമായുള്ള രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ സഹായിക്കുന്നുണ്ട്. പാർട്ടി ഫണ്ടിങ് സ്രോതസ്സുകളുടെയും അതുപോലെ ചെലവുകളുടെയും പൂർണ്ണമായുള്ള വെളിപ്പെടുത്തല് നിർബന്ധമാക്കുന്നുണ്ട്. അവയെ ഓഡിറ്റിന് വിധേയമാക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത്? ഈ പൊളിറ്റിക്കൽ പാർട്ടി കുറച്ചും കൂടി ഒരു കൃത്യമായിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നതിൽ ഒരു മെഷറായിട്ട് കാണാം. സ്ഥാനാർത്ഥികളുടെ കോട്ടകൾ നടപ്പിലാക്കുക. അപ്പൊ തിരഞ്ഞെടുപ്പ് ടിക്കറ്റുകളുടെ പാർട്ടി പോസ്റ്റുകളും ഏറ്റവും കുറഞ്ഞ ശതമാനം സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പം ഓരോ ഇലക്ഷൻ വരുമ്പോഴും അതിൽ ഓരോ സംവരണം റിസർവ് ചെയ്തിട്ടുണ്ടാവും. സ്ത്രീകൾക്ക് ഇത്രേ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇത്രേ എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ടാവും. അതിൽ SC ST വിഭാഗക്കാർക്ക് ഇത്രേ. അപ്പൊ അങ്ങനെ ഒരു റിസർവേഷൻ നിലവിലുണ്ട്. പിന്നെയോ ഇൻട്രൊഡ്യൂസ് സ്റ്റേറ്റ് ഫണ്ടിങ്. എന്താണ് സ്റ്റേറ്റ് ഫണ്ടിങ്? പ്രൊവൈഡ് ലിമിറ്റഡ് ഗവൺമെന്റ് ഫണ്ടിങ് in kind support for election expenses to reduce reliance on private donation. എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ സംസ്ഥാന ധനസഹായം അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ മെഷേഴ്സ് ആണ്, പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ മെഷേഴ്സുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിഷയാധിഷ്ഠിത രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുക. ഓരോ വ്യക്തിത്വത്തിനോ അല്ലെങ്കിൽ ഈ നയങ്ങളോ പൊതുവിഷയങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, നിയമപരമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ ആണേ? സെറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഡിസ്ക്രൈബ് 6 significant changes in the society due to industrial revolution. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ചിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പൊളിറ്റിക്കൽ പാർട്ടീസ് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലാക്കിയോ, വേൾഡ് വാർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കിയോ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്. അർബനൈസേഷൻ. ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ആണല്ലേ. അതുമായിട്ട് ഈ പറയുന്ന വ്യാവസായിക വിപ്ലവം വന്നപ്പം എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ അർബനൈസേഷൻ എന്താണ്? നഗരവൽക്കരണം. അപ്പൊ ഇവിടെ നഗരവൽക്കരണം എന്ന് പറയുമ്പം ഗ്രാമപ്രദേശങ്ങളിൽ ഒരുപാട് പേര് എങ്ങോട്ട് പോയിട്ടുണ്ട്? നഗരപ്രദേശങ്ങളിൽ അല്ലെ. ഈ ഫാക്ടറികളിലെ ജോലികൾക്ക് വേണ്ടിയിട്ട് ഗ്രാമപ്രദേശത്ത് നിന്ന് എങ്ങോട്ട് പോകും? നമ്മുടെ ഈ നഗരപ്രദേശത്തേക്ക്. അങ്ങനെ തിരക്കേറിയതും വൃത്തിഹീനമായുള്ള ഒരു നഗര കേന്ദ്രത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. നമ്മൾ നഗരവൽക്കരണം എന്ന് പറയുമ്പോൾ ഈ വ്യാവസായികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഫാക്ടറികൾ വന്നു, അവിടെ തൊഴിലവസരങ്ങൾ കൂടി, എല്ലാവരും തിങ്ങി പാർക്കാൻ തുടങ്ങി. അതൊരു പ്രശ്നമാണേ, അങ്ങനെ ഒരു മാറ്റാണേ. ഓക്കെ, സെക്കൻഡ് വൺ, ന്യൂ ക്ലാസ് സ്ട്രക്ചർ. അപ്പൊ മൊത്തത്തിലുള്ള ക്ലാസ് സ്ട്രക്ചറിൽ എന്ത് വന്നു? ചേഞ്ച് വന്നു. ദ റൈസ് ഓഫ് വെൽത്തി ഇൻഡസ്ട്രിയൽ മിഡിൽ ക്ലാസ് and large wagering industrial working class fundamentally reshaped society. അപ്പൊ ഈ സമ്പന്നമായ ഒരു വ്യാവസായിക മധ്യവർഗത്തിന്റെയും ഒരു വലിയ വേതനം നേടുന്ന വ്യാവസായിക തൊഴിൽ വർഗത്തിന്റെയും ഉയർച്ച, മിഡിൽ ക്ലാസ്സുകാരൊക്കെ എന്തായി? ഒന്ന് ഉയരാൻ തുടങ്ങി. അവർക്ക് ക്യാഷ് കിട്ടാൻ തുടങ്ങി, സാലറി നല്ല രീതിയിലുണ്ട്. ഫാക്ടറി നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എല്ലാ ഗ്രാമപ്രദേശത്തിനൊക്കെ വന്നിട്ട് മെച്ചപ്പെട്ട ഒരു നിലവാരത്തിലേക്ക് എത്താൻ വേണ്ടി അവർക്ക് സാധിച്ചു. ഒരു പുതിയ ഘടനയിൽ തന്നെ മാറ്റങ്ങൾ വരികയുണ്ടായി. അത് ഒരു പോയിന്റ് ആയിട്ട് പറയാം, ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാം. അടുത്തത് ഫാക്ടറി സംവിധാനമാണ്. ജോലി വീട്ടിലധിഷ്ഠിതമായുള്ള ഉൽപാദനത്തിൽ നിന്നും ദീർഘനേരം ജോലി ചെയ്യുന്നതും അപകടമായുള്ള സാഹചര്യങ്ങളിലുള്ളതുമായിട്ടുള്ള ഒരു കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത് പിന്നീട് എന്തായി? ഇത്തരത്തിലുള്ള ഫാക്ടറികളിലേക്ക് മാറുമ്പോൾ കുറച്ചും കൂടി അതിന്റെ ഒരു സ്ട്രക്ചറിൽ മാറ്റം വന്നു, കൂടുതൽ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇല്ലേ. പിന്നെ ലേബർ എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എന്താണ് ലേബർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ? തൊഴിൽ ചൂഷണം നടക്കുന്നുണ്ട്. ആദ്യകാല വ്യാവസായിക യുഗത്തില് ബാലവേലയുടെ വ്യാപകമായിട്ട് ഉപയോഗമുണ്ട്. അപ്പൊ ഈ ചെറിയ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുക,
അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാരും സെയിം ജോലിയാണ് ചെയ്തെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ച് സാലറി കൊടുക്കുന്ന സിസ്റ്റം. ഓക്കെ, അപ്പൊ തൊഴിലാളികളുടെ കുറഞ്ഞ വേതനമൊക്കെ തന്നെ ഈ രീതിയിൽ ഇവരെ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി തൊഴിലാളി യൂണിയനുകളുടെ വളർച്ച, മെച്ചപ്പെട്ട വേതനം ഉണ്ടായി, അതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യങ്ങള്. അപ്പൊ ഇതിങ്ങനെ ഒരുപാട് ആളുകൾ ജോലി തേടി വരുന്നുണ്ട്. ഇതും ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഒരു എന്തായിട്ട് പറയാം, ഒരു ചേഞ്ച് ആയിട്ട് പറയാം. പിന്നെ വൻതോതിലുള്ള ഉൽപാദനവും ഉപഭോക്തവും. അപ്പൊ ഇവിടെ വൻതോതില് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി, ഫാക്ടറികൾ ഉണ്ട്, നമുക്ക് ഉൽപ്പാദിപ്പിക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ വൻതോതില് ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ സംസ്കാരത്തിനെ വളർത്തിയെടുക്കുന്നതിലും ഇൻഡസ്ട്രിയൽ റവല്യൂഷന് അതിൻ്റെതായുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു അവസരം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ആണ്. അപ്പൊ ഇത്തരത്തിൽ വേണം നിങ്ങൾ ആൻസേഴ്സ് എഴുതാനായിട്ട്. 6 പോയിന്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് 6 പോയിന്റ് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് നമുക്ക് എഴുതാനുള്ള കാര്യം. ഇനി നമ്മുടെ സോഷ്യൽ സയൻസിൽ നമുക്ക് എക്സാമിന് ഒരു കാര്യം കൂടി ഉണ്ട്, മാപ്പ് തന്നിട്ട് അതിൽ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാന്ന്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു 4 മാർക്കായാലും 5 മാർക്കായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മാപ്പിൽ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് എന്താ ഒരു മാപ്പ് ഉണ്ടായിരിക്കും, അത് നമ്മൾ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയാൽ മതി. ഓക്കെ, അപ്പൊ ഏതും ചോദിക്കാം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോ അതിൽ കാണുന്ന ഒരു 2 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. എന്താണ് ക്വസ്റ്റ്യൻ? ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഇൻ യുവർ ആൻസർ ബുക്ക് ദ കറക്റ്റ് നെയിംസ് ഓഫ് മേജർ സീ പോർട്ട്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, മേജർ സീ പോർട്സുകൾ ഏതൊക്കെയാണ് ഇൻ ഇന്ത്യ. 1, 2, 3, 4 ഗിവൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ. അപ്പൊ ഒരു ഇന്ത്യൻ മാപ്പ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1, 2, 3, 4 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഏതാ നമ്മൾ അടയാളപ്പെടുത്തണം, നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നോക്കാം ഏതാണ്. ഇതാണ് നിങ്ങളുടെ മാപ്പ്, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ മാപ്പ്, ഇന്ത്യൻ മാപ്പ്. അതിലിതേ ഈ കാണുന്നതാണ് 1, അതുപോലെ 2, 3, 4. ഈ 4 സ്ഥലങ്ങള്, അതായത് ഒന്ന് ഇത് എവിടെ കിടക്കുന്നത്, 1 എവിടെയാണ്, ഒന്ന് ഇത് എവിടെയാണ്, 2 ഇത് എവിടെയാണ്, 3, 4. ഈ 4 സ്ഥലങ്ങൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, സീ പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ എഴുതാം. 1 ഏതാണ്, 2 ഏതാണ്, 3 ഏതാണ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സീ പോർട്ടുകൾ. അപ്പൊ ഇത് ഏതൊക്കെ സ്ഥലം അല്ലെങ്കിൽ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം, എത്ര സീ പോർട്ടുകൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് അറിയണം അല്ലെ. ആദ്യം നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, ദീൻ ദയാൽ പോർട്ട്. ഇതേ ഈ 1 എന്ന് പറയുന്നത് എന്താണ്, ദീൻ ദയാൽ പോർട്ട് ആണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഗുജറാത്തിന്റെ ഭാഗത്തുള്ളത് ഏതാണ്, ദീൻ ദയാൽ പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമതാണ് തൂത്തുക്കുടി പോർട്ട്. തൂത്തുക്കുടി പോർട്ട് ആണ് കേട്ടോ. 2 നമ്മൾ എവിടെയുള്ള തൂത്തുക്കുടി പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തത് വിശാഖപട്ടണം പോർട്ട്. ഏതായിരുന്നു 3? ഇവിടെ ഉള്ളതാണ് വിശാഖപട്ടണം പോർട്ട് എന്ന് പറയുന്നത്, വിശാഖപട്ടണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ന്യൂ മാംഗ്ലൂർ പോർട്ട്. ഏതാണ് 4? ഇവിടെ നോക്കാം, ഇതാണ് കേരളത്തിന്റെ തൊട്ടടുത്ത്. ഏതാണ്, ന്യൂ മാംഗ്ലൂർ പോർട്ട്. അപ്പൊ ഇത് 4ഉമാണ് നമ്മൾ ഈ ഒരു മാപ്പിൽ എന്ത് ചെയ്യേണ്ടത്, രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ ആണേ? അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം ഈ 4 അപ്പുറത്തേക്ക് ഇന്ത്യയിലെ മേജർ പോർട്ടുകൾ ഏതൊക്കെയാണെന്ന്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് കുറച്ചു നേരം വീഡിയോ പോസ് ചെയ്തിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കി പഠിക്കാം. അപ്പൊ മാപ്പിൽ അടയാളപ്പെടുത്തി തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ദീൻ ദയാൽ പോർട്ട് ഉണ്ട്, മുംബൈ പോർട്ട് ഉണ്ട്, ജവഹർലാൽ നെഹ്റു പോർട്ട് ഉണ്ട്, പിന്നെ മോർമാംഗോ പോർട്ട് ഉണ്ട്, ന്യൂ മാംഗ്ലൂർ ഉണ്ട്, കൊച്ചിൻ പോർട്ട് ഉണ്ട്, അതുപോലെ തൂത്തുക്കുടി ഉണ്ട്, ചെന്നൈ പോർട്ട്, അതുപോലെ കമർജർ പോർട്ട്, വിശാഖപട്ടണം, പാരാദ്വീപ്, കൊൽക്കട്ട, ഹാൽദിയ. അതായത് ഇത്രയും പോർട്ടുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഒന്ന് നോക്കി വെക്കും. ഓക്കെ, അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ എവിടെ ഏകദേശം ഒരു കുറച്ച് മാറിയാലും കുഴപ്പമൊന്നുമില്ല, ഏകദേശം ആ ഒരു പ്ലേസ് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടോ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ സീ പോർട്ട് ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുന്നുണ്ട്. ഇനി നോക്കുന്നത് അതുപോലെ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിവേഴ്സ്. റിവേഴ്സ് എവിടേക്കാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്.
ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള റിവേഴ്സ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മാപ്പ് കൊടുത്തിട്ടുള്ളത്. അതെ, നമ്മുടെ ബ്രഹ്മപുത്ര, ഗംഗ, യമുന, നർമ്മദ, താപ്തി, ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി. അപ്പൊ ഇങ്ങനെയുള്ള നദികളുടെ ഒഴുക്ക് അത് ഏതൊക്കെ സംസ്ഥാനത്തു കൂടിയാണ് എന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പൊ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾ ഇതിനെ പറ്റി ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മാപ്പിന്റെ ക്വസ്റ്റ്യനിൽ ഫുൾ മാർക്ക് നേടാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ മാപ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണ്. അപ്പം റിവേഴ്സ് ഈ രീതിയിലും ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ മാപ്പിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്ന ഏകദേശം എവിടെയെങ്കിലും അടയാളപ്പെടുത്തി തന്നെ വേണം. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തരാനുള്ളത്. അപ്പം എല്ലാവരും നിർബന്ധമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. അപ്പം ഇനിയും നമ്മുടെ എക്സാമിനോട് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് റിവിഷനും അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെല്ലാവർക്കും താങ്ക് യു.